ഇംഗ്ലണ്ടുമായുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും T20 മത്സരത്തിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എടുത്ത നിർണായകമായ സെലക്ഷൻ തീരുമാനങ്ങളും അതിനെ തുടർന്ന് ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നുവന്ന വലിയ ചർച്ചകളുമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പരമ്പര ഇതിനോടകം തന്നെ കൈവിട്ടുപോയ ഇന്ത്യ ഒരു ആശ്വാസ ജയം മാത്രം ലക്ഷ്യമിട്ടാണ് ഈ അവസാന പോരാട്ടത്തിന് ഇറങ്ങിയതും. കഴിഞ്ഞ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യൻ ടീമിൽ 2 പ്രധാന മാറ്റങ്ങളാണ് വരുത്തിയിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൗമാര ബാറ്റിംഗ് സെൻസേഷനായ വൈഭവ് സൂര്യവംശയെ പ്ലേയിങ് 11-ൽ നിന്നും ഒഴിവാക്കിയതായിരുന്നു. 15-കാരനായ വൈഭവിന് പകരം മലയാളി സൂപ്പർ താരം സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിന് പകരം സൂരജിന് അവസരം നൽകി. എന്നാൽ വെറും 3 മത്സരങ്ങൾക്ക് ശേഷം വൈഭവിനെ പുറത്തിരുത്തിയ മാനേജ്മെന്റ് നിലപാടിനെതിരെ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒരു വിഭാഗം ആരാധകരും നിരീക്ഷകരും വൈഭവ് സൂര്യവംശയെ ഈ നിർണായക മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയ തീരുമാനത്തെ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയാണ്. വെറും 3 മത്സരങ്ങളിൽ മാത്രം അവസരം നൽകിയ ശേഷം ഈ കൗമാര പ്രതിഭയെ ബെഞ്ചിലിരുത്തിയത് ഒട്ടും ശരിയായില്ലെന്നാണ് ഇവരുടെ വാദം. ഇത്രയും ചെറിയ പ്രായത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുമ്പോൾ തുടക്കത്തിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ടീമിൽ നിന്ന് മാറ്റുന്നത് ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും മാനസിക അവസ്ഥയും കടുത്ത രീതിയിൽ ബാധിക്കുമെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. സഞ്ജുവിനെ പോലൊരു ലോകോത്തര താരത്തെ ഇന്ത്യൻ പ്ലേയിങ് 11-ലേക്ക് തിരികെ വിളിച്ച തീരുമാനം തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ അതിനായി വെറുമൊരു കുട്ടിയായി വൈഭവിനെ ഇരയാക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം പ്രതികരണങ്ങളും. വൈഭവിന് പകരം നിലവിൽ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അഭിഷേക് ശർമ്മ പോലുള്ള താരങ്ങൾക്ക് ഒരു ബ്രേക്ക് നൽകിയ സഞ്ജുവിനെ ടീമിലേക്ക് ഉൾപ്പെടുത്താമായിരുന്നുവെന്ന് വലിയൊരു വിഭാഗം വാദിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ സെലക്ഷൻ രീതികളെയും മാനേജ്മെന്റ് തന്ത്രങ്ങളെയും ആരാധകർ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുമുണ്ട്. ഇതിനു മുൻപ് ഇതേ ഇന്ത്യൻ ടീം 3 മോശം ഇന്നിംഗ്സുകളുടെ പേരിൽ സഞ്ജുവിനെ ടീമിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇപ്പോൾ അതേ തെറ്റ് തന്നെയാണ് വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. ഈ പരമ്പരയിൽ നേരത്തെ കളിച്ച 3 ഇന്നിംഗ്സുകളിലും 20 റൺസ് തികയ്ക്കാൻ വൈഭവിന് കഴിഞ്ഞിരുന്നില്ല എന്നതും വസ്തുതയാണ്. 14, 13, 15 എന്നിങ്ങനെയായിരുന്നു താരത്തിന്റെ സ്കോറുകൾ. എന്നാൽ ഈ 3 കുറഞ്ഞ സ്കോറുകളുടെ പേരിൽ ഒരു യുവതാരത്തെ പെട്ടെന്ന് കൈവിടുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത്. സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വൈഭവിനെ കരിവാക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ശക്തമാണ്. ടീമിലെ മറ്റ് സീനിയർ താരങ്ങളായ ഇഷാൻ കിഷൻ, തിലക് വർമ്മ എന്നിവരെല്ലാം മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഒന്നും തൊടാതെ കൗമാരക്കാരനായ വൈഭവിനെ മാത്രം പുറത്താക്കിയത് നീതിയല്ലെന്നാണ് ക്രിക്കറ്റ് പ്രേമികളുടെ പക്ഷം. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിൽ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗവും സോഷ്യൽ മീഡിയയിലുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ വലിയ സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള പക്വത ഇപ്പോഴും 15-കാരനായ വൈഭവിന് വന്നിട്ടില്ലെന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് തന്നെ കരിയറിന്റെ തുടക്കത്തിൽ താരത്തിന് ഇത്തരമൊരു ബ്രേക്ക് അനിവാര്യമായിരുന്നു. ഇംഗ്ലണ്ടിലെ കഠിനമായ സാഹചര്യങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെടുന്നത് വൈഭവിന്റെ ആത്മവിശ്വാസം കൂടുതൽ തകർക്കാനേ ഉപകരിക്കും. അതിനേക്കാൾ നല്ലത് ആഭ്യന്തര ക്രിക്കറ്റിലും ടീമിലും കൂടുതൽ കളിച്ച് പരിചയം നേടിയ ശേഷം അന്താരാഷ്ട്ര തലത്തിലേക്ക് തിരിച്ചു വരുന്നതാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യത്തെ 3 മത്സരങ്ങളിൽ വൈഭവ് പുറത്തായ രീതി അന്താരാഷ്ട്ര ബൗളർമാർക്കെതിരെ കളിക്കാനുള്ള കൃത്യമായ സാങ്കേതിക തികവ് താരത്തിനായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണെന്നും ഈ വിഭാഗം വാദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം ഇന്ത്യൻ ടീമിലെ യുവതാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ വ്യക്തതയില്ലായ്മയെക്കുറിച്ചാണ്. വൈഭവ് സൂര്യവംശയെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് തിരഞ്ഞെടുത്തതെന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നു. ഇതിലൂടെ ആദ്യം മലയാളി താരം സഞ്ജുവിന് അർഹിച്ച അവസരങ്ങളാണ് നിഷേധിക്കപ്പെട്ടത്. ഇപ്പോൾ വെറും 3 മത്സരങ്ങൾക്ക് ശേഷം ടീമിൽ നിന്ന് ഒഴിവാക്കി വൈഭവിന്റെ ആത്മവിശ്വാസവും തകർത്തിരിക്കുന്നു. സീനിയർ താരമായ സഞ്ജുവിനെയും വളർന്നു വരുന്ന പ്രതിഭയായ വൈഭവിനെയും കുറെ കൂടി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് സാധിക്കണമായിരുന്നു. പരമ്പര നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി അവരെ വളർത്തിയെടുക്കുന്നതിന് പകരം പെട്ടെന്ന് ടീമിൽ നിന്ന് മാറ്റുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് നല്ലതല്ലെന്ന മുന്നറിയിപ്പോടെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ അവസാനിക്കുന്നത്.